2025 JEE മെയിൻ സെഷൻ 2 എക്സാമിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം എഴുതിയ കുറച്ച് വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇവരെല്ലാവരും പല ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ റിപ്പീറ്റേഴ്സ് IIT ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. നമുക്ക് ആ ഒരു വിദ്യാർത്ഥികളോട് ചോദിക്കാം, ഇന്നത്തെ ഒരു ഷിഫ്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകളുടെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ് എന്ന് പറയാം. മോഡറേറ്റ് എന്ന് തന്നെ പറയാം. ഏറ്റവും എളുപ്പം ഏതായിരുന്നു? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. ഏറ്റവും എളുപ്പം മാത്സ് ആണെന്ന് തോന്നുന്നു. മാത്സ് ആണ് എളുപ്പം. ഓക്കെ. കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും പാട്. കെമിസ്ട്രി ആയിരുന്നു ഡിഫിക്കൽട്ട്. ഓക്കെ. ഫിസിക്സ് മോഡറേറ്റ് ലെവൽ തന്നെ ഉണ്ട്. ഫിസിക്സ് മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു താങ്കളുടെ അഭിപ്രായം കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേനും? കെമിസ്ട്രി ടഫ് ആയിരുന്നു. കെമിസ്ട്രി ടഫ് ആയിരുന്നു. ഒരുപാട് സമയം കൺസ്യൂം ആയി പോയി. കെമിസ്ട്രി കൂടുതൽ സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ ഫിസിക്കൽ ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഇനോർഗാനിക് ഉണ്ട്. എവിടെയാണ് കെമിസ്ട്രി ഒരു ഡിഫിക്കൽട്ട് എന്നൊരു ഫീൽ വരാൻ കാരണം? ഫിസിക്കലായിരുന്നു കുറച്ചും കൂടി ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത്. കൂടുതൽ ഇൻഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. ഓർഗാനിക്കും ഡിവിഷൻ ഏകദേശം ഒരേപോലെ ആണെങ്കിലും ഇൻഓർഗാനിക്കിന് കുറച്ച് വെയിറ്റേജ് ഉള്ള പോലെ തോന്നി. ഇൻഓർഗാനിക്കിന് കുറച്ചുകൂടെ വെയിറ്റേജ് ഉള്ള പോലെ തോന്നി. കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഫിസിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ടൈം കൺസ്യൂമിങ്ങും പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ ഒന്നുകൂടി ആലോചിക്കാനുണ്ടായിരുന്നു. ഒന്നുകൂടി ആലോചിച്ചെടുക്കാനുണ്ടെന്ന്. ഒത്തിരി ലെങ്തി കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു കെമിസ്ട്രിക്ക്. ഫിസിക്കൽ വരുമ്പോൾ അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. ഓക്കെ. സെഷൻ 1 എക്സാമായിട്ട് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് കെമിസ്ട്രി നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഫിസിക്കലിന് അത്യാവശ്യം ലെവൽ കൂടിയ പോലെ ഉണ്ട്. പക്ഷെ അതുപോലെ ഓർഗാനിക്കും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഒരു എളുപ്പം എന്ന് പറയാൻ ഒരു മോഡറേറ്റ് ലെവൽ എന്നാൽ പൂർണ്ണമായും എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം മോഡറേറ്റ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് വരും. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ ഏതാണ് ഇവിടുത്തെ എളുപ്പമെന്ന് പല വിദ്യാർത്ഥികളെടുത്ത് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്നൊരു അഭിപ്രായമാണ് പല വിദ്യാർത്ഥികളും ആദ്യം പറഞ്ഞത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ കമ്പയർ ചെയ്താലും ടോട്ടൽ പേപ്പറിലെ നോക്കിയാലും ഫിസിക്സ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പം. മാർക്ക് സ്കോറിംഗ് എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെയാണ്. ഓക്കെ. ഫിസിക്സ് നോർമലി ഫസ്റ്റ് സെക്ഷനിൽ അപേക്ഷിച്ച് അത്യാവശ്യം കുറച്ച് സിമ്പിൾ ആയിരുന്നു. കെമിസ്ട്രിയുടെ അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിരുന്നില്ല. വേഗം സോൾവ് എടുക്കാൻ പറ്റുന്നത്. ഞാനിപ്പോ ഫിസിക്സ് നമുക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് തോന്നിയ ഏത് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്? തെർമോഡൈനാമിക്സ് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തു. ഇനി മറ്റു ചാപ്റ്റേഴ്സോ? പിന്നെ റയോട്ടിക്സ് കഴിഞ്ഞ സെക്ഷനിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈ സെക്ഷനിൽ എണ്ണം അത്രയില്ല ആൻഡ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു. റയോപ്റ്റിക്സ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരുന്നു. റയോപ്റ്റിക്സ് കുറച്ചും കൂടെ എളുപ്പമായി. എങ്ങനെയായിരുന്നു ഫിസിക്സിനെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ എക്സാം? ഫിസിക്സിൽ 2-3 ടഫ് ഉണ്ടായിരുന്നു. അത് ഏത് ചാപ്റ്റേഴ്സ് ഓർക്കുന്നുണ്ടോ? ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ചില ചാപ്റ്റേഴ്സ്, ബാക്കിയൊക്കെ ഡയറക്റ്റ്. ടൈം ഒത്തിരി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നോ? എങ്ങനെയായിരുന്നു? ഫിസിക്സ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് കഴിഞ്ഞു. കെമിസ്ട്രി കുറച്ച് ചോദ്യം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സമയം കിട്ടിയില്ല കെമിസ്ട്രിക്ക്. ഇനി മാത്സിലേക്ക് വരുന്നത്, അതായത് സെഷൻ 1ലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. കട്ടിയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ലെങ്തി ആയിരുന്നു, അങ്ങനെ പല കമന്റുകൾ വന്നു. ഇപ്രാവശ്യത്തെ എക്സാമിനെ എങ്ങനെ വിലയിരുത്തുന്നു? ചില ക്വസ്റ്റ്യൻസ് ടഫ് തന്നെയാണ്, എന്നാലും അടിയിൽ കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കളക്ട് ചെയ്ത് കൃത്യമായിട്ട്, അതായത് ആ ഒരു നല്ല ക്വസ്റ്റ്യൻസ് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു 8-10 ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഗുണം. എങ്ങനെയുണ്ടായിരുന്നു മാത്സിന്റെ ഒരു സിറ്റുവേഷൻ? മാത്സ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു കഴിഞ്ഞ സെഷനേക്കാളും. എനിക്ക് തോന്നി പറഞ്ഞു കഴിഞ്ഞാല് ടഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാ എക്സാമിനും എല്ലാ ഷിഫ്റ്റിനും ഉണ്ടാവും. പക്ഷേ ഈസിയർ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഷിഫ്റ്റിന് കുറച്ചുകൂടി കൂടുതൽ നമ്പറിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ്. ഇപ്പം നമ്മളിപ്പോ ഒരു പേപ്പർ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതില് സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് അത് എടുത്തിട്ട് എഴുതാനുള്ള ഒരു സ്കില്ലാണ്. എത്ര സമയത്തിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു മാത്തമാറ്റിക്സിലേക്ക്? മാത്തമാറ്റിക്സിൽ അങ്ങനെ വന്നിട്ടില്ല എനിക്ക്. ഇപ്പം ഞാന് ഒരു 100 മിനിറ്റ് അല്ല, ഏകദേശം 80 മിനിറ്റ് ഞാൻ കൊടുക്കലുണ്ടായിരുന്നു. അപ്പം തിരിച്ച് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ കെമിസ്ട്രി കുറച്ച് ടഫ് ആയതുകൊണ്ട് അവിടെ എനിക്ക് ടൈം മാനേജ്മെന്റ് കുറച്ച് പ്രശ്നമുണ്ട്. കെമിസ്ട്രിയിൽ ഇച്ചിരി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഈ ഓവറോൾ എക്സാമിനെ എങ്ങനെയാണ് വിലയിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓവറോൾ ആയിട്ട് പറയുമ്പോൾ മാത്സ് നല്ല കാമായിട്ട് എഴുതിയാൽ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കെമിസ്ട്രി നെഗറ്റീവ് വരുത്താതെ നോക്കിയാലും അതും നല്ലൊരു ഇതായിരിക്കും. അറിയാത്തത് എഴുതാൻ പോകണ്ടെന്നാണ് എന്റെ ഒരു എഴുതാൻ പോകണ്ട, ഗസ് അടിക്കണ്ട. ഫിസിക്സ് നല്ലോണം പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സിൽ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്റേഴ്സിനാണ് വന്നത്? പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ എളുപ്പമുണ്ടായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പോലത്തെ. നിങ്ങൾ എക്സാം ഹോളിൽ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ടെക്നിക്കലി നേരിടേണ്ടി വന്നിരുന്നോ? ഇല്ല, എക്സാം ഫുള്ള് സ്മൂത്ത് ആയിട്ടാണ് പോയത്.
സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു പ്രശ്നമില്ല. ഇനി നമ്മുടെ അനവധി എക്സാമുകൾ എഴുതാനുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്ത് സജഷൻസ് ആണ് നിങ്ങൾ ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? ഇപ്പൊ ഇന്നത്തെ എക്സാം ഞാൻ എഴുതിയപ്പോ എനിക്ക് ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി പറഞ്ഞ ടൈം മാനേജ്മെന്റ് ആയിരുന്നു. ടൈം മാനേജ്മെന്റ് ആയിരുന്നു. അതില് കെമിസ്ട്രി അത്യാവശ്യം ലെങ്തിയും ഹാർഡ് ആയിരുന്നു. Okay. അപ്പോ കെമിസ്ട്രി ഞാൻ ലെങ്തി കണ്ടിട്ടും ഞാൻ അത് സ്കിപ്പ് ചെയ്യാതെ അത് പിടിച്ചു നിന്ന്. ഓക്കെ. അപ്പൊ മാത്സിന് അത് അത്ര സമയം കിട്ടിയില്ല. മാത്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഇനി വരുന്നവരോട് പറയാനുള്ളത് ടഫാണെങ്കിൽ അത് പിടിച്ചു നിൽക്കാതെ മൂവ് ഓൺ. അപ്പൊ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് തപ്പി കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കില്ല് വരുന്നത്. അനവധി എക്സാമുകൾ എഴുതി ആ ഒരു പ്രാക്ടീസ് ചെയ്തതിന്റെ ബലത്തിലാണ് നിങ്ങൾ ഒരു എക്സാം സെന്ററിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ഒരു ജെയ്മെയിൻ ഓൺലൈൻ എക്സാം സെന്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്തായിരുന്നു നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ഏതെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ അതോ പൂർണ്ണമായും കോൺഫിഡൻസ് ആയിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് കോൺഫിഡന്റ് ആണെന്നോ അല്ലെ ടെൻസ്ഡ് ആണെന്നോ പറയാൻ പറ്റില്ല. നോർമൽ ആയിരുന്നു. ആ ഒരു എക്സാമിന്റെ ഒരു കാം ആൻഡ് ക്വയറ്റ് കണ്ടീഷൻ തന്നെ നിലനിൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ തവണയാണല്ലോ ഇതിനകത്ത്. ഓക്കെ. അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വിദ്യാർത്ഥികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാര്യത്തോടെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജെയ്മെയിൻ സെഷൻ 1 എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെഷൻ 2 എക്സാമിന് എന്തെങ്കിലും തരത്തിലുള്ള പാറ്റേൺ ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? മാത്സ് ഫുള്ളി ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാ തോന്നിയത്. മാത്സ് ഫുള്ളി സിമിലർ ആയിരുന്നു. കെമിസ്ട്രി പക്ഷേ സെഷൻ 1-നേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ട് ഫീൽ ചെയ്തു. ഹാർഡായിരുന്നു. ഓക്കെ. ഫിസിക്സ് അതുപോലെ തന്നെ ഡൂവബിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമ്മുടെ ബ്രില്യൻ മോഡൽ എക്സാമുകളൊക്കെ എഴുതി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു എക്സാം എഴുതുന്നതെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും മോഡൽ എക്സാമായിട്ട് പ്രത്യേകിച്ച് മാത്സിനും ഫിസിക്സിനും നല്ല ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു. മാത്സും എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ജെയ്മെയിൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം മാത്സ് ടോട്ടലി ഫെമിലിയർ ആയിരുന്നു. അപ്പം മോഡൽ എക്സാമിലും അതിന്റെ അതേ പാറ്റേൺ ആയിരുന്നു മോഡൽ എക്സാമിൽ ഫോളോ ചെയ്തത്. ബ്രില്യന്റിൽ എക്സാമുകൾ നടത്തപ്പെടുമ്പോൾ ചില എക്സാമുകൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യും, ചിലത് ഈസി മീഡിയത്തിലേക്ക് വരും, ചിലത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് സെറ്റ് ചെയ്യും. ആ ഒരു അനാലിസിസ്, അതായത് നിങ്ങൾ ഈ 3 കാറ്റഗറി എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാംസ് എഴുതുന്നതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുന്നതിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഒരു സ്കില്ലാണ്. അതെ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാം എഴുതുന്നത് നന്നായിരുന്നു. പിന്നെ ഇന്നത്തെ എക്സാം ആക്ച്വലി അതൊരു അത്യാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു. ജെയ്മെയിൻ സെഷൻ 2 എക്സാമിന്റെ ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. വിദ്യാർത്ഥികൾക്കെല്ലാം ഫിസിക്സ് ഈസി എന്ന രീതിയിൽ തന്നെ വിലയിരുത്താം. കെമിസ്ട്രിയിലേക്ക് വരുമ്പം ഒന്നും കൂടി ആലോചിക്കേണ്ടി വരുന്നു, കൂടുതൽ സമയം അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവർ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഇവർക്ക് മറ്റു വിദ്യാർത്ഥികളോട് പറയാനുള്ളതും കെമിസ്ട്രി ഒരുപക്ഷെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിൽക്കാതെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് സെഷൻ 1 എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ സെഷൻ 1-മായി വിലയിരുത്തുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഈസി ആണ് എന്ന രീതിയിലാണ് എല്ലാ വിദ്യാർത്ഥികളും അഭിപ്രായം പറഞ്ഞത്. സോ ഇനി വരുന്ന അഡ്വാൻസ്ഡ് എക്സാമിനും കീം എക്സാമുകൾക്കും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുന്നു. സോ വീണ്ടും കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.